നമസ്കാരം, രഞ്ജിത്താണ്, ധനി മീഡിയയിൽ നിന്ന്. കുറച്ച് ദിവസങ്ങളായി നമ്മൾ വീഡിയോകളൊക്കെ ചെയ്തിട്ട് വീഡിയോകൾ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിലും കുറച്ച് തിരക്കുകളും പൂജാകാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് തിരക്കുകളായിപ്പോയി. അപ്പം അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ ചെയ്യാൻ സാധിക്കാതെ വന്നത്. കുറച്ച് പൂജകൾ, കാര്യങ്ങൾ, കുംഭമേളയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളിലൊക്കെ ആയതുകൊണ്ടാണ് നമുക്ക് വീഡിയോകൾ ചെറിയ ഡിലേ വന്നത്. എന്തായാലും നമുക്ക് ഇന്നൊരു ചെറിയ ടോപ്പിക്കിനെ പറ്റി, ചെറിയ ടോപ്പിക്കല്ല, വലിയ ടോപ്പിക്കാണെങ്കിലും ചെറിയ സംസാരം, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയും. ഈശ്വരൻ എന്താണെന്നും ദൈവം എന്താണെന്നും ഭഗവാൻ എന്താണെന്നും ആ ഒരു എനർജി എന്താണെന്നും ഒരുപാട് ആൾക്കാർക്കറിയാം. പല ആൾക്കാരും നമ്മളോട് പറയാറുണ്ട്, അല്ലെങ്കിൽ ചില ആൾക്കാരൊക്കെ പറയാറുണ്ട്, ഞാൻ ഈശ്വരനെ കണ്ടു, ദൈവത്തെ കണ്ടു, ദേവിയെ കണ്ടു, ഭഗവാനെ കണ്ടു, കൃഷ്ണനെ കണ്ടു. ചില ആൾക്കാരെല്ലാം ദേവിയെ ഞാൻ എന്നും കാണാറുണ്ട്, എൻ്റെ അടുത്ത് വരാറുണ്ട്. പണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു പയ്യൻ ഇതേപോലെ കൺസൾട്ടിന് വന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, പണ്ട് കാലത്ത് അദ്ദേഹത്തിന് രാത്രി കാലങ്ങളിൽ ആ ജനലിൻ്റെ സൈഡിൽ ഒരാൾ നിൽക്കുന്നതായിട്ട് തോന്നും. ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ നല്ല പട്ടുസാരിയൊക്കെ എടുത്ത് നല്ല രീതിയിൽ സർവാഭരണ വിഭൂഷിതയായിട്ടൊരു സ്ത്രീ. അപ്പോൾ ഇവനത് അവൻ്റെ സ്വപ്നമാണ് എന്നൊക്കെ വിചാരിച്ചിരുന്നു. അപ്പം അതിനുശേഷം രാത്രി 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക്, ഇവന് 12 മണിയാണെന്ന് പറയുന്നത്, ഉറക്കത്തിൽ എഴുന്നേൽക്കുമ്പോഴാണ് കാണുന്നത്. ഇവൻ ഒറ്റയ്ക്ക് റൂമിലാണ് കിടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് കാണുന്നത്, പെട്ടെന്ന് രാത്രിയിൽ ലളിതാ സഹസ്രനാമം സിന്ദൂര അരുണ വിഗ്രഹ നയന മാണിക്യമൂല സ്ഫുരത്താര നായക ശേഖര എന്നുള്ള ലളിതാ സഹസ്രനാമം ഇങ്ങനെ ഈ പറയുന്ന ധ്യാനം തൊട്ട് ഇങ്ങനെ ചൊല്ലുന്ന കേൾക്കാം ഒരു സ്ത്രീ. അപ്പൊ അവൻ രാവിലെ ആയി, നേരം വെളുത്തു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എഴുന്നേറ്റ് പോയി, അമ്മയ്ക്ക് വെളുപ്പിനായിട്ട് ജപിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റ് ചെന്ന് നോക്കിയപ്പോൾ അവിടെ ആരുമില്ല. ആളിലൊക്കെ ചെന്ന് നോക്കിയിട്ട് അമ്മ കിടന്ന് ഉറങ്ങുന്നു. അമ്മയും ഇവനും മാത്രമേ ഉള്ളൂ, അമ്മൂമ്മയും മാത്രമേ ഉള്ളൂ. അപ്പൊ പിന്നെ ആരാണെന്ന് വിചാരിച്ച് അദ്ദേഹത്തിന് സ്തബ്ധനായി. ഇപ്പം വീട്ടിൽ രാവിലെ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ എഴുന്നേറ്റൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ രാത്രി കാലങ്ങളിൽ ലളിതാ സഹസ്രനാമം ആരോ ചൊല്ലുന്നതായിട്ട് കേൾക്കാം. ഇവൻ ലളിതാ സഹസ്രനാമം ചൊല്ലത്തില്ല. എന്നാൽ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ ഒരു ദിവസം ഒരു രാത്രിയിൽ ഇദ്ദേഹത്തിന്റെ സൈഡിൽ ആരോ കിടക്കുന്നതായിട്ടൊക്കെ ഒരു ഫീല് കിട്ടി, ഒരാൾ കൂടെ കിടക്കുന്നവർ. പെട്ടെന്ന് പേടിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞ് പേടിച്ച് പോയി ഒക്കെ ചെയ്തൊരു കഥയുണ്ട്. കഥയല്ല, അദ്ദേഹത്തിന് സംഭവിച്ചൊരു കാര്യം. അപ്പൊ ഈശ്വരനെ കാണാൻ സാധിക്കുമോ, ദൈവത്തെ കാണാൻ സാധിക്കുമോ? ഞാൻ ഇന്നിത് വീഡിയോ ഇടാൻ കാരണം, എൻ്റെ ഒരു സുഹൃത്ത്, നല്ലൊരു ആത്മബന്ധമുള്ള ഒരാള് എന്നെ കഴിഞ്ഞ ദിവസം കണ്ടിരുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുകയുണ്ടായി. ഗുരുവായൂരപ്പനെ പറ്റി, കൃഷ്ണനെ പറ്റി, ഗുരുവായൂരമ്പലത്തെ പറ്റിയൊക്കെ സംസാരിക്കുകയുണ്ടായി, അല്ലെങ്കിൽ കൃഷ്ണനെ പറ്റിയൊക്കെ സംസാരിക്കുകയുണ്ടായി. ഈ സംസാരിച്ച സമയത്ത് പെട്ടെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു, സാറി സംസാരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള മണം എനിക്ക് കയറി വരുന്നുണ്ട്. ചന്ദനത്തിന്റെ ആണോ അതോ ഇനി മറ്റെന്തെങ്കിലും ആണോ? സാധാരണ ചന്ദനത്തിന്റെ അല്ലേ, വളരെ നല്ല മനോഹരമായ ലൈറ്റ് സ്മെല്ല്, വളരെ മനോഹരമായിട്ട് എൻ്റെ മനസ്സിലേക്ക് അടിച്ചു കയറുന്നു. അതായത് ഈ അമ്പലത്തിൽ ചെന്നാൽ കിട്ടുന്ന സാധാരണ അമ്പലങ്ങൾ വരുന്ന ഈ ചന്ദനത്തിൻ്റെ ഒക്കെ ആവാം, ആ ഒരു മണം കിട്ടുന്നു എന്ന് പറഞ്ഞു. അപ്പം അതിനു മുമ്പ് ഞാൻ ചിന്തിച്ചൊരു കാര്യം, ഇദ്ദേഹത്തോട് ഞാൻ പലപ്പോഴും സംസാരിക്കുമ്പോഴേ, ഒരു ദിവസം ഞാൻ ഇവിടെ ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ ഇദ്ദേഹനെ വിളിക്കുകയുണ്ടായി. അപ്പം വിളിച്ച സമയത്ത് ഞാൻ ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിന്റെ സമീപമെത്തി ബസ്സിന്. അപ്പം എത്തിയ സമയത്ത് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഞാനിപ്പം ആറന്മുള അമ്പലത്തിന്റെ അടുത്ത് ഭഗവാന്റെ അടുത്ത് എത്തി ഇങ്ങനെ നിൽക്കണമെന്ന് പറയുകയും പെട്ടെന്ന് ആ മണം ഇദ്ദേഹത്തിന് കിട്ടുകയാണ്. അതേപോലെ തന്നെ വേറെന്തോ സംഭവത്തിലും കൃഷ്ണനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ആ മണം കിട്ടുകയാണ്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഇതെന്താണ് അങ്ങനെ? നിങ്ങൾ സാറിനോട് സംസാരിക്കുമ്പോഴേ, സാറിനോട് ഇത് പറയുമ്പോഴേ എനിക്ക് മണം കിട്ടുന്നു, എന്താണിത്? അപ്പൊ അതാണ് ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം. ഇപ്പൊ ഒരു ദേവത, കൃഷ്ണ ആയിക്കോട്ടെ, വിഷ്ണു ആയിക്കോട്ടെ, ദേവി ആയിക്കോട്ടെ, ഭദ്രകാളി ആയിക്കോട്ടെ, പല ആൾക്കാരും നമുക്ക് ഉപാസന ഉണ്ടാവാം, സേവ ഉണ്ടാവാം, ഒക്കെ ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ ജപിച്ചുണ്ടാവാം. ഈ കുട്ടിക്ക് അല്ലെങ്കിൽ ഈ ആളിന് ഉണ്ടായ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ചെറുപ്പത്തിലെ മുതൽ കൃഷ്ണൻ ഭയങ്കര ഇഷ്ടമാണ്, കൃഷ്ണനുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ്. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് ഉപാസനയായിട്ട് വരും, 100% ഉറപ്പാണ്. അപ്പൊ കൃഷ്ണന്റെ ഉപാസന ഓട്ടോമാറ്റിക്കായിട്ട് വരും. അപ്പൊ അത് ഭഗവാനെ എത്രയധികം ഇഷ്ടപ്പെടുന്നതുകൊണ്ട്, അപ്പൊ ഭഗവത് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ, ഇപ്പൊ എനിക്കും ഭഗവാനുമായിട്ട് നല്ല കണക്ഷനുണ്ട്, കൃഷ്ണനായിട്ടും വിഷ്ണുവായിട്ടും നല്ല കണക്ഷൻ ഉള്ളതുകൊണ്ട് ഞാൻ സംസാരിക്കുന്ന സമയത്ത് ആ ദേവതാ സാന്നിധ്യം അതിൻ്റെ അടുത്തേക്ക് 100% എത്തും. നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, ഇതിപ്പോ തള്ളാന്നൊന്നും വിചാരിക്കരുത്. അപ്പൊ ആ ദേവതാ സാന്നിധ്യം എങ്ങനെ എത്തും? ഭഗവാൻ ഓടക്കുഴലൊക്കെ വിളിച്ച് ഇങ്ങനെ വന്ന് നിൽക്കും, അങ്ങനൊന്നും ഇല്ല. ശരിക്കും പലരും ഈ മിസ്റ്റേക്കായിട്ട് ചിന്തിച്ചിരിക്കുകയാണ്, ഭഗവാനെ അങ്ങനെ കാണാം, അല്ലെങ്കിൽ ശിവനെ ഇങ്ങനെ കാണാം, ദേവിയെ ഇങ്ങനെ കാണാം, ദേവി ചുവന്ന പട്ടുസാരിയൊക്കെ എടുത്ത് ശൂലൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുന്ന, അല്ലെങ്കിൽ നാക്ക് നീട്ടി ഇങ്ങനെ രൗദ്രഭാവം. ഇതൊന്നും അങ്ങനല്ല. എന്തുകൊണ്ടാന്ന് ചോദിച്ചാല്, എനർജി ലെവല് ഭഗവത് എനർജി ആയിക്കോട്ടെ, പോസിറ്റീവ് ആയിക്കോട്ടെ, നെഗറ്റീവ് ആയിട്ട് എല്ലാ എനർജിക്കും മനുഷ്യർക്കുള്ള പഞ്ചഭൂതങ്ങളാണ്, പഞ്ചഭൂതങ്ങൾ അധിഷ്ഠിതമാണ് നമ്മുടെ ശരീരം.
എന്നാൽ ദേവതകളുടെ ശരീരം പഞ്ചഭൂതാധിഷ്ഠിതമല്ല. അവിടെ ഭൂമിയും ജലവും ഇല്ല അവിടെ. അതുകൊണ്ട് തന്നെ അവര് പ്രത്യക്ഷത്തിൽ കാണില്ല, അല്ലെങ്കിൽ അവര് സൂക്ഷ്മ രൂപികളാണ്, സ്ഥൂലാകാരികളല്ല. സ്ഥൂലത്തിൽ കാണത്തില്ല. സ്ഥൂലത്തിൽ കാണാൻ എവിടെയെങ്കിലും വെച്ചിരിക്കുന്ന വിഗ്രഹങ്ങളോ നമ്മൾ വെച്ചിരിക്കുന്ന പിക്ചേഴ്സോ പടങ്ങളോ കാണണം. കാരണം ഒരു കലാകാരന് അവരുടെ മനസ്സിൽ ദേവത എന്താണെന്ന് തോന്നി അതാണ് പിക്ചറൈസേഷൻ. അയാൾ വരച്ചു വെക്കുന്നതാണ് പിക്ചറൈസേഷൻ. കൃഷ്ണനായാലും വിഷ്ണു ആയാലും ശിവനായാലും ദേവി ആയാലും അവർ വരച്ചു വെക്കുന്നതാണ്. ഒരിക്കലും അതാവണമെന്നില്ല. ഈ ദേവതാ സാന്നിധ്യം എങ്ങനെ അറിയാം? ഇപ്പൊ ആ ദേവതാ സാന്നിധ്യം അറിയണമെങ്കിൽ ചിലപ്പോൾ ഒരു ഭസ്മത്തിന്റെ മണമായിരിക്കും വരിക, ചിലപ്പോൾ ചന്ദനത്തിരിയുടെ മണമായിരിക്കും വരിക, ചിലപ്പോൾ കസ്തൂരിയുടെ മണമായിരിക്കും വരിക, ചിലപ്പോൾ ഈ മറ്റെന്തെങ്കിലും സുഗന്ധ ലേപനങ്ങളുടെ മണമായിരിക്കും വരിക. എന്നാൽ ചില സ്ഥലത്ത് ചില ദേവതാ സാന്നിധ്യങ്ങൾ ചില രീതിയിലൊക്കെ വരുമ്പോൾ കർമ്മമായിട്ടൊക്കെ വരും, മറ്റു പല രീതിയിലൊക്കെ വരാം അല്ലേ. ആടിന്റെ ചൂരിന്റെ മണം വരാറുണ്ട്, ചുരുട്ടിന്റെ മണം വരാറുണ്ട്, ചന്ദനത്തിരിയുടെ മണം വരാറുണ്ട്, കരിഞ്ഞ ഇറച്ചിയുടെ മണം വരാറുണ്ട്. അതൊക്കെ നെഗറ്റീവ് എനർജിയൊക്കെ ആവാം. അപ്പൊ അങ്ങനെയൊക്കെ ഇത് എന്തുകൊണ്ടാണ് ഈ മണം, ശബ്ദം, ഗന്ധം, സൗണ്ട്, ഒരു വിഷ്വലൈസേഷൻ ഇല്ല അവിടെ. ദേവത വന്നു നിൽക്കുന്നില്ല. അപ്പൊ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഒരാൾ മിന്നി മാഞ്ഞ പോലെ മാറി മറിയുന്നവർ നമുക്ക് കാണാൻ സാധിക്കും, ആളെ കാണാൻ സാധിക്കത്തില്ല, ഒരു നിഴല് പോലെ. കാരണം ഇവർക്ക് പഞ്ചഭൂതങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണത്. പക്ഷേ ഈ ദേവതകളെ ഇങ്ങനെയാണ് പ്രത്യക്ഷത്തിൽ കാണുക. പലപ്പോഴും പല ആൾക്കാരുടെ അടുത്ത് ചെല്ലുന്ന സമയത്ത് അല്ലെങ്കിൽ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത്, ഇവിടെ നിന്ന് ഒരിക്കൽ എൻ്റെ ഒരു കസിൻ ബ്രദർ ഭാര്യയുമായിട്ട് വന്ന് ഇവിടെ നിന്ന് കൺസൾട്ട് ചെയ്തുന്ന സമയത്ത്, ഇവിടെ ഒരു യോഗീശ്വര ഭാവത്തിലൊരു കുരിയാലയുണ്ട്. യോഗീശ്വരൻ അദ്ദേഹത്തിന് ഉപാസനമൂർത്തിയും കുരിയാല വെച്ചിട്ടുണ്ട്. ക്ഷേത്രമല്ല, കുരിയാലയാണ്. എങ്കിൽ പോലും നിത്യം വിളക്ക് കൊടുക്കുകയും മാസപൂജ കൊടുക്കുകയും ചെയ്യുന്ന വലിയ പോസിറ്റിവിറ്റിയുള്ള, ഞാൻ എൻ്റെ ഒരു വീഡിയോ ഒക്കെ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു 4-5 റിസൾട്ടുകൾ അവിടെ പുതിയതായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പം അവരുടെ ആ റിസൾട്ടൊക്കെ ഒന്ന് ആയതിനു ശേഷം, കൺഫേം ആയതിനു ശേഷം ഞാനൊരു വീഡിയോ ഇടാം അതിനെപ്പറ്റി. നെടുമേൽ കൊച്ചു കൃഷ്ണാശാൻ എന്ന് പറഞ്ഞ 7 തലമുറയ്ക്ക് മുന്നേ ജീവിച്ചിരുന്ന ഒരാൾ യോഗീശ്വര ഭാവത്തിരിക്കുന്നത് കുരിയാലയൊക്കെയാണ്. അപ്പോൾ ഈ കുരിയാലയെ പറ്റി അദ്ദേഹത്തിന് കുടുംബത്തിലെ ഉള്ളതാണ്. കുരിയാലയെ പറ്റി സംസാരിച്ചുകൊണ്ട സമയത്ത് പെട്ടെന്ന് അദ്ദേഹത്തിനും വൈഫിനും പെട്ടെന്നൊരു ഭസ്മത്തിന് മണം വന്നു. ഇവിടെ ഞാൻ ഭസ്മം വെച്ചിട്ടില്ല, ഞാൻ ഭസ്മം എടുത്തില്ല, ഒന്നുമില്ല. നല്ല അതിമനോഹരമായ ഭസ്മത്തിന്റെ മണം, ഭസ്മത്തിന്റെ പ്രത്യേക ഗന്ധമുണ്ട്. വന്നു പെട്ടെന്ന് ഒരു വണ്ട് പോലെ ഒരു വണ്ട് അവർക്ക് ചുറ്റും ഇങ്ങനെ പറന്നിട്ട് പോയി. അപ്പം ഞാൻ പറഞ്ഞു, ഇതൊക്കെ നമ്മൾക്ക് ദേവതാ സാന്നിധ്യങ്ങൾ അല്ലെങ്കിൽ എനർജി ലെവൽ നമ്മളെ കാണിച്ചു തരുന്നതാണ്. അവരുടെ ഒരു വിസിബിലിറ്റിയാണ്. അല്ലാതെ വന്നിട്ട് ദേവൻ വന്നിട്ട് ഞാനാണ് ഇങ്ങനെ പറഞ്ഞ് നമ്മൾ കിരീടമൊക്കെ പിടിച്ചൊന്ന് നിൽക്കുന്ന അവസ്ഥയൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പല ആൾക്കാർക്കും, എന്നാൽ ചില ആൾക്കാർ പറയും ദേവി എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ ശരീരത്തിലുണ്ട്, എനിക്ക് കയറുന്ന അറിയാം, ഞാൻ ദേവിയെ കാണാറുണ്ട്, ഞാൻ ദേവിയോട് സംസാരിക്കാം. അതൊക്കെ ചുമ്മാ തട്ടിപ്പാണ്. പിന്നെ ചിലർക്ക് വിഷ്വലൈസേഷൻ ഉണ്ട്. പലപ്പോഴും മെഡിറ്റേഷനൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാരോട് പറയും, കൃഷ്ണനെ കണ്ടോ എന്ന് ചോദിച്ചാൽ, കണ്ടു, ഞാൻ ഓടക്കുള്ളിലൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്ന നല്ല വെളുത്ത് സുന്ദരക്കുട്ടപ്പനായ കൃഷ്ണനെ കണ്ടെന്നൊക്കെ പറയും. അതൊക്കെ വിഷ്വലൈസേഷൻ ആണ്. ശിവനെ കണ്ടോ ചോദിച്ചാൽ, കണ്ടു, നല്ല നീല കളറായിരുന്നു, ഞാൻ കണ്ടു എന്നൊക്കെ പറയും. ശിവന്റെ ധ്യാനത്തിൽ പോലും അല്ലെങ്കിൽ പറയുന്നത് കർപ്പൂരവർണ്ണനും നീലകണ്ഠനും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ശിവന്റെ കളർ എന്താണെന്നൊക്കെ നമുക്ക് ഏകദേശം അറിയാം. എന്നാൽ എല്ലാവരും ശിവനെ നീല കളറായിട്ടാണ് ചിത്രീകരിച്ച് വെച്ചിരുന്നത്. വിഷ്ണുവിന്റെ കളർ നല്ല സുന്ദരനായിട്ട് വെളുത്ത് തൊടുത്തിരിക്കുന്ന വിഷ്ണുവിന്റെ പടമാണ് നമ്മൾ പിക്ചറൈസേഷൻ വരുന്നത്. വിഷ്ണുവിനൊക്കെ എന്നാൽ വിഷ്ണുവിന് ഇതാണ് പ്രകൃതിയുടെ കളറാണെന്നാണ്, നിറമാണെന്നാണ് പറയുന്നത്. പ്രകൃതിയുടെ കളർ എന്താ? ഇരുട്ടിന്റെ നിറം, ബ്ലാക്ക് ആണ്, കറുപ്പാണ്. പക്ഷെ എല്ലാവരും പറയുന്നത് എന്താ? കൃഷ്ണൻ അല്ല, വിഷ്ണു വെളുത്ത നല്ല സുന്ദര കുട്ടപ്പനായിട്ടിരിക്കുന്ന വിഷ്ണു. അപ്പൊ അത് നമ്മുടെ വിഷ്വലൈസേഷൻ ആണ്. നമ്മുടെ വിഷ്വലൈസേഷൻ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ എന്താണോ അതായിരിക്കും വരിക. അതാവണമെന്നില്ല. അപ്പൊ ഭദ്രകാളി എന്ന് പറയുമ്പോൾ ദാരികനെ കൊന്ന അവസ്ഥയിൽ നാക്കൊക്കെ നീട്ടി തല പിടിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ദേവിയെ ചിന്തിക്കുന്നത്. എന്നാൽ ദേവി മാതൃഭാവത്തിലിരിക്കുന്ന അവസ്ഥയിലൊന്നും ആരും കാണാറ് പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. എല്ലാവരും പറയും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. അപ്പൊ അത് പലപ്പോഴും എങ്ങനെ കാണാം? പലപ്പോഴും ഈ സർപ്പങ്ങൾ പോലും എന്തെങ്കിലും ദൂത് പറയാൻ പത്തിയുള്ള പാമ്പിന്റെ ദേഹത്തെ കയറി അല്ലെങ്കിൽ അതിലേക്ക് സാന്നിധ്യമാക്കി വരാറുണ്ടെന്നൊക്കെ പറയാറുണ്ട്. നമുക്കൊരു ദൂത് പറയാം, എന്തെങ്കിലും പറയാൻ വേണ്ടി എന്ന് പറയുന്ന പോലെ ചെട്ടികുളങ്ങര കുത്തിയോട്ടത്തിനൊക്കെ ദേവി സാന്നിധ്യമായിട്ട് വരാറുണ്ട്. എങ്ങനെ? പ്രായമായ സ്ത്രീകളുടെ രീതിയിലോ ഒക്കെ വരാറുണ്ട്. അത് അവരുടെ ഒരു എന്താ പറയാ, അവരുടെ സാന്നിധ്യം അറിയിക്കാൻ മറ്റൊരാളുടെ രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരാളുടെ രീതിയിൽ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതൊന്നും ഒരിക്കലും ദേവി ഡയറക്റ്റ് നമുക്ക് കാണിച്ചു തരുന്ന രൂപമല്ല. ആ സാന്നിധ്യം അറിയിക്കാൻ മറ്റൊരാളുടെ രൂപത്തിൽ പലപ്പോഴും പിന്നെ ശബരിമലയൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കാറുണ്ട്. ഒറ്റയ്ക്കൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് കൂട്ടായിട്ട് ഒരാളൊക്കെ വരാറുണ്ട്. ഞാൻ ശബരിമല പോയ സമയത്ത്, ആദ്യകാലത്ത് പോകുന്ന സമയത്ത് എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ അറിയില്ല. എന്നാൽ എനിക്ക് ഒറ്റയ്ക്ക് പോകേണ്ട സന്ദർഭം വന്നു. ഞാൻ ശബരിമല പോകാൻ തീരുമാനിക്കുകയാണ്. ആരും എൻ്റെ കൂടെ കൂട്ടിന് വരുന്നില്ല. കൂട്ടിന് വരാന്ന് പറഞ്ഞ പയ്യനും ഇല്ല. അപ്പം അന്നൊക്കെ ബസ്സിന് കയറി പോകുന്നതൊക്കെ വീട്ടുകാരുടെ പോയിട്ടുള്ള ഒരു അനുഭവം മാത്രമേ ഉള്ളൂ. ഞാൻ നേരെ പോയി. എന്തായാലും അയ്യപ്പ എന്ന് വിളിച്ചോണ്ട് പോയി. പത്തനംതിട്ട ചെന്നപ്പോൾ ഒരു ചേട്ടൻ എൻ്റെ കൂടെ കൂടിയിട്ട് പറഞ്ഞു, എങ്ങോട്ടാ? ശബരിമലയ്ക്ക്. ഞാനും ഒറ്റയ്ക്ക് ഇവിടെ പോകാന്ന് പറഞ്ഞു. ഞങ്ങൾ എന്നോട് വർത്താനൊക്കെ പറഞ്ഞോട്ട് പോയി. അന്ന് ഈ മൊബൈൽ ഫോണൊന്നും അത്ര പ്രാബല്യത്തിലുള്ള സമയമല്ല. അദ്ദേഹത്തിന്റെ സ്ഥലമൊക്കെ പറഞ്ഞ് ഞാനിപ്പം മറന്നുപോയി വിടാന്നൊക്കെ. അദ്ദേഹത്തിന്റെ രൂപം ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്.
അദ്ദേഹം ഇതൊക്കെ പറഞ്ഞ് കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ബസ്സിലൊക്കെ പോയി ഫുഡൊക്കെ ഞങ്ങൾ വാങ്ങിച്ച് കഴിച്ചു. പമ്പയിൽ കുളിച്ചു കയറി. അങ്ങനെ ഞാൻ മാസപൂജയ്ക്കാണ് പോകുന്നത്. ഇരുമുടി എടുത്തല്ല പോകുന്നത്. എല്ലാ മാസപൂജയ്ക്ക് ഇപ്പൊ ഞാൻ പോകാറുണ്ടായിരുന്നു. അപ്പൊ എന്ന് പറഞ്ഞാൽ ഞാൻ മാസപൂജയ്ക്കാണ് പോകുന്നത്, ഇരുമുടിയൊന്നും എടുത്തിട്ടില്ല. അദ്ദേഹത്തിനോട് പോയി. നല്ല തിരക്കായിരുന്നു അന്ന്, 1-ാം തീയതി എങ്ങാണ്ടായിരുന്നു തോന്നുന്നു. നല്ല തിരക്കായിരുന്നതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ബാ ഇതിലേ വാ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങള് ഇപ്പുറത്തെ പടിയിലൂടെ കയറി ക്യൂവിൽ നിൽക്കാതെ എങ്ങനെയോ ശ്രീകോവിലിന്റെ സൈഡിലെത്തി. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. അപ്പം അവിടെ വന്നൊരു പോലീസുകാരൻ കയറ് പൊക്കി തന്നു. എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അപ്പൊ ഞാൻ വെച്ച് ചേട്ടൻ വല്ല VIP വല്ലതും ആയിരിക്കും, അദ്ദേഹത്തിന് പരിചയമുള്ളതുകൊണ്ടിരിക്കും. അതേമാതിരി കയറിക്കോ, ഞാനുണ്ട് കൂട്ടത്തിൽ നിന്ന് പുറകിൽ നിന്ന് പറഞ്ഞ എനിക്കൊരു ഓർമ്മയാണ്. ഞാൻ കയറി ഫ്രണ്ടിൽ നിന്ന് തൊഴുത് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കാണുന്നില്ല. ഞാൻ അവിടെ എല്ലാം അരിച്ചു പറക്കി. ഞാനൊരു 2-3 മണിക്കൂറോളം അവിടെ എല്ലാം നിന്നു, പക്ഷെ അദ്ദേഹത്തെ കണ്ടില്ല. ഇത് പലരും അനുഭവത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് അയ്യപ്പൻ തുണയായിട്ട് വരും, അല്ലെ മറ്റൊരാളെ രൂപത്തിൽ വരും. അതൊക്കെ ഒരാളെ വിടുന്ന പോലെ ഒരു രൂപത്തിൽ വരുന്നതൊക്കെ ആയിരിക്കും. അതൊരിക്കലും ദേവനാവണമെന്നില്ല. അദ്ദേഹത്തിന്റെ ഇച്ഛ നടപ്പാക്കുന്ന ഒരാള്, അല്ലാതെ ദേവിയോ ദേവനോ ഒരിക്കലും രൂപത്തിൽ വന്നിരിക്കണമെന്നില്ല. പക്ഷെ എനർജി ലെവലിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഒരാൾ അടുത്തിരിക്കുന്നതായിട്ട്. ഭദ്രകാളിയുടെ ഉപാസനയൊക്കെ എടുക്കുന്ന സമയത്ത് ഞങ്ങൾ ക്ലാസ് കൊടുക്കുന്ന ആൾക്കാർക്ക് പറയാറുണ്ട്, ഗുരുനാഥൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, നിങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ശരീരത്തിൽ ഒരു ഗൂസ്വാംസ് പോലെ, ഒരു കുളിര് പോലെയൊക്കെ വരും. കുളിര് പോലെയൊക്കെ നമ്മുടെ ശരീരം പതുക്കെ വിറയ്ക്കുന്ന പോലെയൊക്കെ തോന്നും. ആ സമയത്ത് ദേവത നമ്മളെ സാന്നിധ്യമായി അല്ലെങ്കിൽ നമ്മളുടെ അടുത്തുണ്ട് ചിന്തിക്കുക എന്ന് വിചാരിക്കണം എന്ന് പറയാം. അതാ നമുക്കറിയാൻ പറ്റും ഒരു കുളിര്, ഒരു പ്രത്യേക ഒരു അനുഭൂതി, ദേവത വന്നതിൻ്റെ, നമ്മളെ തൊടുന്നതിൻ്റെ, നമ്മുടെ അടുത്ത് നിൽക്കുന്നതിൻ്റെ ഒരു അനുഭവം മാത്രമാണ് കിട്ടുന്നത്. എനർജി ലെവലാണ്, ഒരു എനർജി ലെവലാണ് ഓരോ ദേവതയും. ആ എനർജി ലെവൽ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. നമുക്ക് ഗന്ധമായിട്ടോ നിറമായിട്ടോ, അല്ലെങ്കിൽ നിറമൊന്നും വരില്ല, ഗന്ധമായിട്ട് ഫീൽ ചെയ്യാം, ശബ്ദമായിട്ട് ഫീൽ ചെയ്യാം, ഒരു ചെറിയ സാന്നിധ്യമായിട്ടൊക്കെ ഫീൽ ചെയ്യാം. അല്ലാതെ ഒരിക്കലും നമുക്ക് അവരെ നേരിട്ട് കാണാൻ സാധിക്കത്തില്ല. അപ്പൊ ഈശ്വരനെ നേരിട്ട് കാണാമോ എന്നൊക്കെ എന്നോട് ഒരാൾ ചോദിച്ചു. ഈശ്വരനെ നേരിട്ട് കാണാൻ സാധിക്കും, സാറ് ദേവിയെ കണ്ടിട്ടുണ്ടോ, കൃഷ്ണനെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച ഒരാൾ. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. കാരണം ഈശ്വരനെ നേരിട്ട് കാണാൻ ചോദിച്ചാൽ, ഈശ്വരനെ കാണണമെങ്കിൽ ചില മനുഷ്യരിലൂടെ നമുക്ക് കാണാം ഈശ്വരനെ, അല്ലെ? ചില കരുണയുള്ള മനുഷ്യരിലൂടെ ഈശ്വരനെ കാണാം. അത് ഈശ്വരീയ സാന്നിധ്യങ്ങളാണ്. ഒരിക്കലും ദേവതകളെ ക്ഷേത്രത്തിൽ ഇരിക്കുന്ന പോലെ ഇങ്ങനെ ശൂലമൊക്കെ പിടിച്ച് അല്ലെ വേലൊക്കെ പിടിച്ച് ഭഗവാൻ ഇത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ വിഷ്വലൈസേഷനാണ്, കാണുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് അവരുടെ എല്ലാം വിഷ്വലൈസേഷൻ. ചിലർ ചുമ്മാ പറയുന്നതുകൊണ്ട് ചിലർക്ക് വിഷ്വലൈസേഷനും വരുന്നുണ്ട്. ഇത് മാത്രമാണ് ദേവത എന്ന് പറയുന്നത്. ഈശ്വരൻ എന്ന് പറയുന്ന സാന്നിധ്യമാണ്, ഒരു എനർജി ലെവലാണ്. പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും അത് എനർജി ലെവലാണ്. ആ എനർജി ലെവൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഓരോ ഈശ്വരീയ ചൈതന്യങ്ങളും നമ്മളൊന്നും അല്ല എങ്കിൽ പോലും മഹാന്മാരായ യോഗികളായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ക്രിയേറ്റ് ചെയ്ത ഒരു എനർജി ലെവലാണ്. ആ എനർജി ലെവലാണ് നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചറിയുന്ന ഫീലിംഗ് ആണ് ദേവത എന്ന് പറയുന്നത്. ഈശ്വരനെ വിളിക്കുക. കലികാലമാണ്, കലിയുഗത്തിൽ നാമസങ്കീർത്തനം അല്ലാതെ വേറെ ഒന്നുമില്ല. ഈശ്വരനാമം വിളിച്ചുകൊണ്ടിരിക്കുക, ജപിച്ചുകൊണ്ടിരിക്കുക, ലളിതാ സഹസ്രനാമം ചൊല്ലുക, കനകധാരാസ്തോത്രം ചൊല്ലുക, വിഷ്ണു സഹസ്രനാമം ചൊല്ലുക, ശിവസഹസ്രനാമം ചൊല്ലുക, ഓം നമഃ ശിവായ, ഓം നമോ നാരായണയൊക്കെ ചൊല്ലുക. ഇത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. ഈശ്വരനെ കവിഞ്ഞൊന്നുമില്ല. ഈശ്വരൻ സഹായിക്കട്ടെ. എല്ലാവർക്കും ഭഗവാന്റെ ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.